നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ചിങ്ങൻ രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി പരിശോധിക്കാം. നമ്മുടെ ശരീരം, ആരോഗ്യം, സ്വഭാവം, ആത്മവിശ്വാസം എന്നിവയെ സൂചിപ്പിക്കുന്ന 1-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സമ്പത്ത്, കുടുംബജീവിതം, സംസാര രീതി, ഭക്ഷണം എന്നിവയെ കാണിക്കുന്ന 2-ാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. വിവാഹ ജീവിതം, ബിസിനസ് പങ്കാളിത്തം, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 7-ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു. തടസ്സങ്ങൾ, ആയുരാരോഗ്യം, രഹസ്യവിജ്ഞാനം എന്നിവയുടെ സ്ഥാനമായ 8-ാം ഭാവത്തിൽ കർമ്മഫലദാതാവായ ശനി സ്ഥിതി ചെയ്യുന്നു. വരുമാനം, നേട്ടങ്ങൾ, ആഗ്രഹ സാഫല്യം, സൗഹൃദങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 11-ാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. സാമ്പത്തിക ചെലവുകൾ, വിദേശയാത്രകൾ, ആത്മീയ ചിന്തകൾ, ഉപരിപഠനം എന്നിവയെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ ദേവഗുരുവായ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ രാശിയുടെ അധിപനായ സൂര്യൻ സെപ്റ്റംബർ 17 വരെ 1-ാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ സ്വക്ഷേത്രത്തിൽ തുടരുന്നത് ശരീരത്തിന് മികച്ച ഊർജവും ഉന്മേഷവും നൽകും. മനസ്സിൽ പോസിറ്റീവ് ചിന്തകളും ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കാൻ ഇത് സഹായിക്കും. കഠിനാധ്വാനം ചെയ്യാനും പുതിയ കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ ഏർപ്പെടാനും ഈ സമയം സാധിക്കും. കർമ്മഫലദാതാവായ ശനി നിങ്ങളുടെ ഭക്ഷണത്തിന്റെയും സംസാരത്തിന്റെയും ഭാവമായ 2-ാം ഭാവത്തിലേക്കും ദഹനത്തെയും വയറിനെയും സൂചിപ്പിക്കുന്ന 5-ാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് അസിഡിറ്റി, നെഞ്ചരിച്ചൽ, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 2-ാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ തൊണ്ടയിൽ അണുബാധ, പല്ലുവേദന, മൂണയിലെ അസ്വസ്ഥതകൾ, പെട്ടെന്ന് പിടിപെടുന്ന ജലദോഷം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രക്തത്തെയും ഊർജത്തെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായ ചൊവ്വ സെപ്റ്റംബർ 19-ന് 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് മാസത്തിന്റെ 2-ാം പകുതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. യാത്രകളിലും വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തുക. വിദ്യാഭ്യാസത്തിന്റെ ഭാവമായ 5-ാം ഭാവത്തിലേക്ക് ഊർജ്ജസ്വലതയുടെ പ്രതീകമായ ചൊവ്വ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളിൽ പഠിക്കാനുള്ള പുതിയ ഉത്സാഹവും ലക്ഷ്യബോധവും ഉണർത്തും. കഠിനമായ വിഷയങ്ങൾ പോലും കൂടുതൽ പരിശ്രമത്തോടെ പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകൾക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ സമയം ശ്രദ്ധയോടെ ഇരിക്കാൻ ഈ ഊർജം സഹായകമാകും. ഉപരിപഠനത്തിന്റെ കാരകനായ വ്യാഴം വിദേശയാത്രകളെയും ദൂരസ്ഥലങ്ങളെയും സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതിനാൽ സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥാനത്തോ വിദേശത്തോ പോയി ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. വിസ അപേക്ഷകൾ, വിദേശ യൂണിവേഴ്സിറ്റി പ്രവേശനം, ഹോസ്റ്റൽ പഠനം എന്നിവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ ശുഭകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ജന്മരാശിയിൽ നിൽക്കുന്ന കേതു മനസ്സിന് ചെറിയ ചാഞ്ചല്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. അതിനാൽ നാട്ടിലോ സ്വന്തം വീട്ടിലോ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില ദിവസങ്ങളിൽ ഏകാഗ്രത കുറവോ എന്ത് ചെയ്യണമെന്നറിയാത്ത വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ തോന്നിയേക്കാം. ഒരു ദിവസം വളരെ ആവേശത്തോടെ പഠിക്കുകയും അടുത്ത ദിവസം ശ്രദ്ധ പതറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയും അനാവശ്യ അഭിപ്രായങ്ങളും സംസാരങ്ങളും കേട്ട് സ്വന്തം ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറരുത്. ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ദിവസവും രാവിലെ കുറച്ചു സമയം ധ്യാനമോ പ്രാർത്ഥനയോ ശീലിക്കുന്നത് കേതുവിലൂടെയുണ്ടാകുന്ന മനസ്സിന്റെ അലച്ചിൽ മാറി പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ ഉറപ്പിക്കാൻ സഹായിക്കും. പ്രണയബന്ധങ്ങൾ പൊതുവെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കും. പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും സാധിക്കും. 5-ാം ഭാവത്തിലേക്ക് ചൊവ്വയും ശനിയും ദൃഷ്ടി പതിപ്പിക്കുന്നതിനാൽ പങ്കാളി ചില കാര്യങ്ങളിൽ അനാവശ്യമായ ശാഠ്യമോ ആധിപത്യ സ്വഭാവമോ കാണിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിക്കാർ പൊതുവെ ആത്മാഭിമാനം കൂടുതലുള്ളവരായതിനാൽ ഞാൻ എന്തിനു വഴങ്ങണമെന്ന ചിന്ത ഒഴിവാക്കണം. ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ബന്ധം കൂടുതൽ ശക്തമാക്കും.
ഇതുവരെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാത്തവർക്ക് പുതിയ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും ആ സൗഹൃദം ക്രമേണ ആഴത്തിലുള്ള പ്രണയമായി മാറാനും അനുകൂലമായ സാഹചര്യമുണ്ട്. ദാമ്പത്യത്തിന്റെ 7-ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ആശയവിനിമയക്കുറവ് മൂലം ചെറിയ പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇടയ്ക്കിടെയുണ്ടായേക്കാം. സംശയങ്ങൾ മനസ്സിൽ വെക്കാതെ തുറന്ന് സംസാരിച്ച് അപ്പോൾ പരിഹരിക്കുക. 7-ാം ഭാവാധിപനായ ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പങ്കാളിക്ക് നടുവേദന, പേശിവേദന, ഞരമ്പ് സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരഭാരം കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും നൽകണം. വ്യാഴത്തിന്റെ വരാനിരിക്കുന്ന മാറ്റങ്ങളിലൂടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സമാധാനപരവും ഐക്യമുള്ളതുമായി മാറും. വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ടു പോകുന്നത് കുടുംബത്തിൽ സന്തോഷം നിലനിർത്തും. നിങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൽ സെപ്റ്റംബർ 19 വരെ സഞ്ചരിക്കുന്നു. ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായിരിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഭൂമി, വീട്, വാഹനം, സ്വർണം എന്നിവ വാങ്ങാനോ പുതിയ വലിയ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാനോ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ 19 മുൻപായി തീരുമാനങ്ങൾ എടുക്കുന്നത് മികച്ച ലാഭം നൽകും. സെപ്റ്റംബർ 19 ശേഷം ചൊവ്വ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അതിനുശേഷം ധൃതി പിടിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളോ വലിയ റിസ്ക് എടുത്തുള്ള നിക്ഷേപങ്ങളോ ഒഴിവാക്കണം. നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്ന രാശ്യാധിപനായ സൂര്യൻ ജോലിസ്ഥലത്ത് മികച്ച നേതൃപാടവവും പുതിയ ഊർജവും മോട്ടിവേഷനും നൽകും. കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ് മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും. 10-ാം ഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ 3-ന് 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ധൈര്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. പുതിയ പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാനും സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കാനും ഇത് വഴിയൊരുക്കും. ഓഫീസിലെ അനാവശ്യ കൂട്ടുകെട്ടുകൾ, പരദൂഷണം, ഓഫീസ് പൊളിറ്റിക്സ് എന്നിവയിൽ ഇടപെടാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ വിജയങ്ങൾ നേടാം. വ്യാപാരത്തിന്റെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ സെപ്റ്റംബർ 7-ന് ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് കച്ചവടത്തിൽ വലിയ സാമ്പത്തിക ഉണർവുണ്ടാക്കും. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. കുടിശ്ശികയായി കിടന്ന പണം തിരികെ ലഭിക്കാനും ഈ സമയം അനുകൂലമാണ്. ദിവസവും കുളിച്ച് ശുദ്ധിയായി മനസ്സേകാഗ്രമാക്കി 108 തവണ ശനിസ്തോത്രം ജപിക്കുക. ഇത് മാനസിക സമ്മർദ്ദവും ആരോഗ്യപരമായ അസ്വസ്ഥതകളും കുറയ്ക്കാൻ സഹായിക്കും. ഭാഗ്യപുരോഗതിക്കും ആത്മധൈര്യം വർദ്ധിക്കുന്നതിനുമായി ദിവസവും 108 തവണ ചൊവ്വാസ്തോത്രം ജപിക്കുക. ഇത് ചെയ്യുന്ന ജോലികളിൽ ഉന്മേഷം നിലനിർത്താനും മാസത്തിന്റെ 2-ാം പകുതിയിൽ ഉണ്ടായേക്കാവുന്ന അനാവശ്യ ധനനഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തടയാനും ഗുണം ചെയ്യും. ദിവസവും ശുദ്ധ മനസ്സോടെ ഹനുമാനെ ഭജിക്കുന്നത് രാഹു, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുണ്ടാക്കുന്ന ഭയങ്ങൾ, ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണകൾ, മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഇല്ലാതാക്കി ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ചിങ്ങൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.